one big issue in this election. Because all other issues arise from that one issue. The RSS and the BJP are trying to destroy India's constitution and change India's constitution. And the UDF, the Congress Party and the India Alliance is trying to save the constitution of India. Indian National Congressum, India Allianceum, ഈ രാജ്യത്തെ ഭരണഘടനയെ സംരക്ഷിക്കാനാണ് ഈ തെരഞ്ഞെടുപ്പിൽ പോരാട്ടം നടത്തുന്നത്. That is the central issue. ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് ഇതാണ്. Mr. Narendra Modi is the instrument of 5 or 6 of India's biggest, richest business people. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദി എന്ന് പറയുന്നത് ഈ രാജ്യത്തെ 5 or 6 അതിസമ്പന്നരായ ബിസിനസ്സുകാരുടെ വ്യവസായികളുടെ കയ്യിലെ വെറും ഒരു ഉപകരണം മാത്രമാണ്. His job is to distract India's people from the real issues. നരേന്ദ്രമോദിയുടെ ജോലി എന്ന് പറയുന്നത് ഇന്ത്യയിലെ ജനങ്ങൾ അനുഭവിക്കുന്ന യഥാർത്ഥ പ്രശ്നങ്ങളിൽ നിന്ന് അവരുടെ ശ്രദ്ധ തിരിച്ചുവിടുക എന്നത് മാത്രമാണ്. That is why sometimes you will see him doing puja underneath the sea. Sometimes you will see him flying in the sky in a seaplane. അതുകൊണ്ടാണ് നരേന്ദ്രമോദിയെ നോക്കിയാൽ നിങ്ങൾക്ക് ചില സമയത്ത് കാണാം അദ്ദേഹം സമുദ്രത്തിന്റെ അടിയിൽ പൂജ ചെയ്യുകയാണ്, അല്ലാത്ത സമയം അദ്ദേഹം ആകാശത്ത് സീ പ്ലെയിനിൽ പറന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് നരേന്ദ്രമോദി. Sometimes he'll tell the people of India, we will bring the Olympics to India. ചില സമയം അദ്ദേഹം ഇന്ത്യയിലെ ജനങ്ങളോട് പറയും, ഞങ്ങൾ ഇന്ത്യയിലേക്ക് ഒളിമ്പിക്സ് കൊണ്ടുവരും. Another time he will say, we are going to send one man to the moon. ചില സമയം അദ്ദേഹം പറയും, ഞങ്ങൾ ചന്ദ്രനിലേക്ക് ഒരു മനുഷ്യനെ അയക്കാൻ പോവുകയാണ്. But he never talks about the issues that the farmers are facing. He never talks about unemployment. He never talks about price rise. പക്ഷേ നരേന്ദ്രമോദി ഒരു സമയത്തും രാജ്യത്തെ കർഷകർ നേരിടുന്ന പ്രശ്നങ്ങളെ കുറിച്ച് പറയുന്നില്ല, രാജ്യത്തെ തൊഴിലില്ലായ്മയെ കുറിച്ച് അദ്ദേഹം പറയുന്നില്ല, രാജ്യത്തെ വിലക്കയറ്റത്തെ കുറിച്ച് അദ്ദേഹം പറയുന്നില്ല. And all he does is he protects the richest people in the country and forgives their bank loans. നരേന്ദ്രമോദി ചെയ്യുന്നത് ഇത് മാത്രമാണ്. രാജ്യത്തെ അതിസമ്പന്നരായ മനുഷ്യരെ സംരക്ഷിക്കുകയും അവരുടെ ബാങ്കിലെ കടങ്ങൾ എഴുതിത്തള്ളുകയും മാത്രമാണ് നരേന്ദ്രമോദി ചെയ്യുന്നത്. He has given 16 lakh crores to 22 to 25 people. 22 മുതൽ 25 വരെയുള്ള രാജ്യത്തെ അതിസമ്പന്നരായ വ്യവസായികൾക്ക് അദ്ദേഹം 16 ലക്ഷം കോടി രൂപയാണ് നൽകിയിട്ടുള്ളത്. I don't know if you saw his interview with ANI yesterday. ഇന്നലെ ANI എന്ന് പറയുന്ന മാധ്യമവുമായിട്ട് അദ്ദേഹം നടത്തിയ അഭിമുഖം നിങ്ങൾ കേട്ടോ, നിങ്ങൾ കണ്ടോ എന്ന് എനിക്കറിയില്ല. I don't know if you saw his face and his eyes. നിങ്ങൾ നരേന്ദ്രമോദിയുടെ മുഖവും അദ്ദേഹത്തിന്റെ കണ്ണുകളും നിങ്ങൾ ശ്രദ്ധിച്ചോ എന്നും എനിക്കറിയില്ല. He was trying to defend the biggest corruption scandal on the planet. നരേന്ദ്രമോദി ഇന്നലെ എന്താണ് ചെയ്തതെന്ന് അറിയാമോ? അദ്ദേഹം ഈ ഭൂമിയിലെ ഏറ്റവും വലിയ അഴിമതിയെ സംരക്ഷിക്കാൻ ശ്രമിക്കുക, അതിനെ പ്രതിരോധിക്കാൻ ശ്രമിക്കുകയായിരുന്നു അദ്ദേഹം ഇന്നലെ ചെയ്തത്. Electoral bond scheme through which BJP has got thousands of crores of rupees by extorting them from India's businessmen. ഇന്നലെ അദ്ദേഹം സംരക്ഷിക്കാൻ ശ്രമിച്ചത് ഇലക്ട്രൽ ബോണ്ട്, തെരഞ്ഞെടുപ്പ് കടപ്പത്ര പദ്ധതിയെ അദ്ദേഹം പ്രതിരോധിക്കാൻ ശ്രമിക്കുകയാണ്. ആ പദ്ധതിയിലൂടെ രാജ്യത്തെ ബിസിനസ്സുകാരിൽ നിന്നും കൊള്ളയടിച്ച് പിടിച്ചു പറിച്ച് BJP കോടിക്കണക്കിന് പൈസ നേടിയ അഴിമതി പദ്ധതിയാണ് അദ്ദേഹം ഇന്നലെ സംരക്ഷിക്കാൻ ശ്രമിച്ചത്. If you look at the dates when the money was given, you will find that the CBI is deployed against a businessman, and a few days later, a few weeks later, he pays the BJP. കുറിച്ച് ചിന്തിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും, പൈസ നൽകുന്നതിന് കുറച്ചു മുമ്പ് ആദ്യത്തെ കുറെ ദിവസങ്ങൾക്ക് അവർക്കെതിരെ CBI അയക്കും. CBI അയച്ച ശേഷം കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഈ ബിസിനസ്സുകാർ BJPക്ക് പൈസ നൽകും. ഇതാണ് ആ പദ്ധതിയിൽ സംഭവിച്ചത്. Another businessman given a road contract of thousands of crores, and immediately after getting the road contract he pays the BJP in electoral bonds. മറ്റൊരു വ്യവസായിക്ക് ആയിരക്കണക്കിന് കോടി രൂപ വിലയുള്ള കരാർ, ഒരു റോഡ് കോൺട്രാക്ട് കരാർ അനുമതി നൽകി. അത് കിട്ടിയതിനു ശേഷം ഏതാനും ദിവസങ്ങൾക്ക് ശേഷം BJPക്ക് കോടിക്കണക്കിന് പൈസയാണ് ഇലക്ട്രൽ ബോണ്ടിലൂടെ ആ വ്യവസായി നൽകിയത്. You know, sometimes in small towns, in the streets, there are people who extort money.
നിങ്ങൾക്കറിയാം, ചിലപ്പോൾ നമ്മുടെ റോഡില് ചില ചെറിയ ചെറിയ ഗ്രാമങ്ങളിലും ടൗണിലും ഒക്കെ ആൾക്കാരിൽ നിന്ന് പൈസ കൊള്ളയടിക്കുന്ന ചില ആളുകളുണ്ട്. നമുക്കറിയാം, You know, they will threaten somebody and they'll say, give me money. അവരെന്ത് ചെയ്യും? ആൾക്കാരെ കാണുമ്പോൾ അവരെ ഭീഷണിപ്പെടുത്തിയിട്ട് പറയും, എനിക്ക് പൈസ തരുമെന്ന് പറഞ്ഞ് പൈസ വാങ്ങിക്കുന്ന ആളുകൾ നമ്മുടെ നിരത്തിലുണ്ട്. You know them. In every town there are 5 or 6 people here. In every street there'll be somebody who'll threaten somebody, say, I'll break your legs if you don't give me money. ഇവിടെ നിങ്ങൾക്കറിയാം, നമ്മുടെ എല്ലാ വില്ലേജുകളും നമ്മുടെ ഗ്രാമത്തിലും റോഡിലും ഒക്കെ ഇങ്ങനെ കുറച്ച് പേരുണ്ടായിരിക്കും, എനിക്ക് പൈസ തന്നില്ലെങ്കിൽ ഞാൻ കാലടിച്ച് പൊട്ടിക്കും, മുട്ടടിച്ച് പൊട്ടിക്കും എന്ന് പറഞ്ഞ് ഭീഷണി. In the street it's called extortion. അതിനെയാണ് നമ്മൾ പറയുന്നത് എക്സ്റ്റോർഷൻ, അതായത് പൈസ പിടിച്ചു പറിക്കുക, കൊള്ളയടിക്കുക എന്ന് നമ്മൾ പറയും. How do you say extortion? Extortion? No, in Malayali how do you say it? കൊള്ളയടിക്കൽ. Kollaiyadikkal. In Malayalam you say kollaiyadikkal. Modi calls it electoral bonds. മലയാളത്തില് നമ്മൾ കൊള്ളയടിക്കൽ എന്ന് പറയുന്ന കാര്യത്തിനെയാണ് നരേന്ദ്രമോദി ഇലക്ട്രൽ ബോണ്ട് എന്ന് പറയുന്നത്. What the common thief is doing on the street, the Prime Minister is doing at an international level. നിങ്ങൾക്കറിയാവോ, നമ്മുടെ നാട്ടിലെ ഈ റോഡില് സാധാരണ ഒരു മോഷ്ടാവ് നമ്മുടെ നിരത്തുകളിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി അന്താരാഷ്ട്ര തലത്തിൽ നിന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ നിങ്ങൾക്ക് കുറച്ച് ഉദാഹരണങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി തരാം. Most famous airport in India is Mumbai airport. ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രസിദ്ധമായ എയർപോർട്ട് വിമാനത്താവളം എന്ന് പറയുന്നത് മുംബൈ വിമാനത്താവളമാണ്. The owner of the Mumbai airport got a CBI inquiry. Suddenly he got a CBI inquiry. മുംബൈ എയർപോർട്ടിന്റെ വിമാനത്താവളത്തിന്റെ ഉടമസ്ഥന് പെട്ടെന്നൊരു CBI അന്വേഷണം വന്നു. After a few days of the CBI inquiry, they obviously interrogated him, threatened him a little bit. കുറച്ച് ശേഷം CBI അന്വേഷണം വന്ന് കുറച്ച് സമയത്തിന് ശേഷം അവർ കുറെ അദ്ദേഹത്തെ ചോദ്യം ചോദിച്ചു, അദ്ദേഹത്തെ കുറച്ച് ഭയപ്പെടുത്തി. Within a month or two he had sold the Mumbai airport to Adani. നിങ്ങൾക്കറിയാവോ, ഈ CBI അന്വേഷണത്തിനും ചോദ്യം ചെയ്യലിനും ഭയപ്പെടുത്തലിനും ഒക്കെ ഏതാനും ദിവസങ്ങൾക്ക് മാസങ്ങൾക്ക് ശേഷം അദ്ദേഹം ആ എയർപോർട്ട് അദാനിക്ക് കൊടുത്തു. Mumbai airport. This is how Adani got Mumbai airport. നിങ്ങൾക്കറിയാവോ, ഇങ്ങനെയാണ് അദാനിക്ക് മുംബൈ വിമാനത്താവളം കിട്ടിയത്. വിമാനത്താവളം അദാനിയുടെ സ്വന്തമായത് ഇങ്ങനെയാണ്. So, you know, on the street sometimes somebody will go and threaten somebody and say, you know, I'll break your legs if you don't give me money. നേരത്തെ പറഞ്ഞ പോലെ നമുക്കറിയാം, നമ്മുടെ നിരത്തുകളിൽ ഒരാള് 5-6 പേര് ഒരാളെ ചെന്ന് പറയും, എനിക്ക് പൈസ തന്നെങ്കിൽ ഞാൻ മുട്ട് തല്ലി ഓടിക്കും എന്ന് പറയുന്ന ആളുകളുണ്ട്. At the electoral bond level, the threatening is much more sophisticated. നിങ്ങൾക്കറിയാവോ, ഈ ഭീഷണിപ്പെടുത്തൽ വളരെ പരിഷ്കരിച്ചിട്ടാണ് ഈ ഭീഷണിപ്പെടുത്തൽ ഇലക്ട്രൽ ബോണ്ടിന്റെ കാര്യം വരുമ്പോൾ നമ്മുടെ പ്രധാനമന്ത്രിയും അവരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ED people will come, CBI people will come, income tax people will come. Then they'll threaten the businessman, they'll interrogate him, and then at the end of the interrogation they will say, look, why don't you just give this to Adani? നമ്മളിപ്പോ നിരത്തിലെ ആളുകൾ എങ്ങനെയാ പേടിപ്പിക്കുന്നത്? നിങ്ങളുടെ കാല് തല്ലി ഒടിക്കുമെന്നാണ് പേടിപ്പിക്കുന്നത്. പക്ഷെ എങ്ങനെയാണ് ഇലക്ട്രൽ ബോണ്ട് വരുമ്പോൾ ഇവർ പേടിപ്പിക്കുന്നത്? നിങ്ങളുടെ അടുത്ത് CBI വരും, ഇലക്ട്രൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വരും, അതുപോലെ എൻക്വയറി വരും, ഇൻകം ടാക്സ് വരും. എന്ത് ചെയ്യാം? ഇതിനെ ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. ഇതിന് പകരം ഇതെല്ലാം അങ്ങ് അദാനിക്ക് കൊടുത്തേക്കാം. See, the big businessman, he's not like us. He requires a big house, fancy car. He cannot be uncomfortable for even 5 minutes. ഈ വലിയ വ്യവസായികൾ എന്ന് പറയുമ്പോൾ അവർ നമ്മളെ പോലെയല്ല. അവർക്ക് വലിയ വീട് വേണം, ആഡംബര കാറുകൾ വേണം. ഒരു 5 മിനിറ്റ് പോലും അസ്വസ്ഥമായിട്ട് ജീവിക്കാനോ ഇരിക്കാനോ ഒന്നും അവരെ കൊണ്ട് പറ്റില്ല. So moment little pressure comes on him, he gives everything and runs away. അതെന്താ പറ്റുന്നത്? ഈ വ്യവസായികൾക്ക് ഒരു ചെറിയ സമ്മർദ്ദം വരുമ്പോ എന്ത് ചെയ്യും? പേടിച്ചുള്ളതെല്ലാം കൊടുത്തിട്ട് അവർ രക്ഷപ്പെടാൻ നോക്കും. So that is how the electoral bond scheme is the biggest extortion scheme in the world. അങ്ങനെയാണ് ഈ രാജ്യത്തെ ഇലക്ട്രൽ ബോണ്ട് പദ്ധതി എന്ന് പറയുന്നത് രാജ്യത്തെ ഏറ്റവും വലിയ കൊള്ളയടിക്കൽ പദ്ധതിയായിട്ട് മാറുന്നത്. But you see my media friends over there? പക്ഷെ നിങ്ങൾ എന്റെ മാധ്യമ പ്രവർത്തകരായ സുഹൃത്തുക്കളെ അവിടെ കാണുന്നുണ്ടോ? They will never talk about electoral bond scheme. നിങ്ങൾക്കറിയാവോ, എന്റെ മാധ്യമ പ്രവർത്തകരായ അവിടെ ഇരിക്കുന്ന see, look, they're smiling, you can see. അവരൊരിക്കലും ഇലക്ട്രൽ ബോണ്ട് പദ്ധതിയെ കുറിച്ച് പറയുന്നില്ല. നിങ്ങൾ നോക്കി, അവരവിടെ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. Because if they write any article, then the CBI ED will also arrive in their house. കാരണം അവർ ഇലക്ട്രൽ ബോണ്ടിനെ കുറിച്ച് എന്തെങ്കിലും ഒരു ലേഖനം എഴുതിയാൽ CBIയും EDയും പിന്നെ അവരുടെ വീട്ടിലെത്തും. So that is the situation in the country. ഇതാണ് ഇന്ന് നമ്മുടെ രാജ്യത്തെ സാഹചര്യം. Now, from the Congress party's perspective, we have to do something
for the people of India. ഇപ്പോ രാജ്യത്തെ സാഹചര്യം ഇങ്ങനെ നിലവിലിരിക്കുമ്പോൾ കോൺഗ്രസ് പാർട്ടിയുടെ വീക്ഷണകോണിൽ നിന്നും കോൺഗ്രസ് പാർട്ടിയുടെ കാഴ്ചപ്പാടിൽ നിന്നും ഈ രാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ടി നമുക്ക് കുറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. So we have come up with 3 or 4 very simple things. ഞങ്ങൾ 3-4 വളരെ ലളിതമായ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിങ്ങളുടെ മുൻപിൽ അവതരിപ്പിക്കുന്നു. The first thing is we are going to make a list of all the poor families in India. ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞാൽ രാജ്യത്തെ എല്ലാ ദരിദ്രരായ കുടുംബങ്ങളുടെയും ഒരു പട്ടിക ഞങ്ങൾ തയ്യാറാക്കാൻ പോവുകയാണ്. And we are going to choose one woman from all these families. ഈ ദരിദ്രരായ കുടുംബങ്ങളുടെ പട്ടികയിൽ നിന്നും ഓരോ കുടുംബത്തിൽ നിന്നും ഒരു സ്ത്രീയെ ഞങ്ങൾ തിരഞ്ഞെടുക്കാൻ പോവുകയാണ്. And every year the government of India will put 1 lakh rupees in her bank account. എല്ലാ വർഷവും ഈ ദരിദ്ര കുടുംബത്തിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന ഒരു സ്ത്രീയുടെ ബാങ്ക് അക്കൗണ്ടിൽ ഇന്ത്യ ഗവൺമെന്റ് 1 ലക്ഷം രൂപ നിക്ഷേപിക്കുമെന്ന് ഞങ്ങൾ ഉറപ്പ് നൽകുന്നു. 8,500 rupees a month every month. ഓരോ മാസവും 8,500 രൂപയായിരിക്കും ഈ സ്ത്രീയുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഞങ്ങൾ നിക്ഷേപിക്കുക. You know, all these rich people, they have a concept called apprenticeship. നിങ്ങൾക്കറിയാം ഈ രാജ്യത്തെ സമ്പന്നരായ ആളുകളുടെ ഇടയിൽ അപ്രന്റീസ്ഷിപ്പ് അഥവാ പ്രത്യേകിച്ചും യുവാക്കളുടെ ഇടയിൽ തൊഴിൽ പരിശീലനം എന്നൊരു ആശയമുണ്ട്. Their children, before they go and do a job, they get an apprenticeship which is paid, where they get training, they get money, and they get understanding of a job. പ്രധാനപ്പെട്ട സമ്പന്നരായ ആളുകളുടെ മക്കൾ അവർക്ക് ജോലി കിട്ടുന്നതിന് മുമ്പ് അവർ തൊഴിൽ പരിശീലനത്തിന് പോകുമ്പോൾ അവർക്ക് പരിശീലനം ലഭിക്കുന്നു, അവർക്ക് അവിടെ ശമ്പളം ലഭിക്കുന്നു, അതേ തുടർന്ന് അവർക്ക് ജോലിയും ലഭിക്കുന്നു. So we are going to come out with a right to internship law for all graduates and diploma holders. അതുകൊണ്ട് ഭാരതത്തിലെ യുവാക്കൾക്ക് വേണ്ടി വിദ്യാസമ്പന്നരായ യുവാക്കൾക്ക് വേണ്ടി തൊഴിൽ പരിശീലനം അവകാശമാക്കുന്ന ഒരു നിയമവുമായിട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നിങ്ങളുടെ മുന്നിൽ വരികയാണ്. All these graduates that Narendra Modi has made unemployed are going to get a right to an internship or an apprenticeship. ഇന്ത്യയിലെ നരേന്ദ്രമോദി തൊഴിലില്ലാത്തവരാക്കി മാറ്റിയ ഇന്ത്യയിലെ ബിരുദധാരികളായ വിദ്യാർത്ഥി യുവജനങ്ങൾക്ക് ഞങ്ങൾ തൊഴിൽ പരിശീലനം ഉറപ്പു നൽകാൻ പോവുകയാണ്. That means they will get guaranteed work in the private sector, in the public sector, in PSU units. അവർക്ക് സ്വകാര്യ മേഖലയിലും ഗവൺമെന്റ് മേഖലയിലും സ്വകാര്യ സ്ഥാപനങ്ങളിലും പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കും അവർക്ക് തൊഴിൽ പരിശീലനത്തിന് നിയമപരമായ ഉറപ്പുള്ള അവകാശം ലഭിക്കും. They will get training for 1 year in their chosen field. അവർ തിരഞ്ഞെടുക്കുന്ന മേഖലയിൽ അവർക്ക് 1 വർഷത്തേക്ക് പരിശീലനം ലഭിക്കും. And they will get paid 1 lakh rupees, 8,500 rupees every month, 1 lakh rupees a year for the apprenticeship. അവർക്ക് ഈ തൊഴിൽ പരിശീലന കാലത്ത് 1 ലക്ഷം രൂപ ഈ 1 വർഷത്തേക്ക് മാസം 8,500 രൂപ വീതം ഇന്ത്യയിലെ യുവജനങ്ങൾക്ക് ലഭിക്കുമെന്ന് ഞങ്ങൾ ഉറപ്പ് നൽകുന്നു. So our idea is, if Narendra Modi can give money to the 22-25 richest people in India, we can give money to the poorest people in India, to the weaker people in India. ഞങ്ങളുടെ ആശയം എന്ന് പറഞ്ഞാൽ നരേന്ദ്രമോദിക്ക് ഈ രാജ്യത്തെ അതിസമ്പന്നരായ 22-25 മനുഷ്യർക്ക് ഒരുപാട് പണം നൽകാൻ സാധിക്കുമെങ്കിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ഈ രാജ്യത്തെ യുവാക്കൾക്കും അതുപോലെ ഈ രാജ്യത്തെ ദരിദ്രരായ മനുഷ്യർക്കും പണം നൽകാൻ സാധിക്കുമെന്നാണ് ഞങ്ങൾ നിങ്ങളോട് പറയുന്നത്. Now I know in Wayanad there are a couple of very important issues. എനിക്കറിയാം വയനാട്ടിൽ നിങ്ങൾക്ക് പ്രാധാന്യമുള്ള വളരെയധികം പ്രധാനപ്പെട്ട ചില പ്രശ്നങ്ങളുണ്ടെന്ന് എനിക്കറിയാം. There is the night traffic ban issue. രാത്രികാല യാത്രാ നിരോധനം നിങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ്. There is the human-animal conflict issue. മനുഷ്യ-മൃഗ സംഘർഷങ്ങൾ, വന്യമൃഗങ്ങളുമായിട്ടുള്ള സംഘർഷം നിങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. And there is the medical college issue. അതുപോലെ തന്നെ മെഡിക്കൽ കോളേജിന്റെ പ്രശ്നം. I don't understand why the medical college is taking so long. എനിക്ക് മനസ്സിലാവുന്നില്ല ഇവിടെ ഒരു മെഡിക്കൽ കോളേജ് വരാൻ ഇത്രയും കാലതാമസം ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. I have spoken to the Chief Minister personally on this issue. ഈ വിഷയത്തിൽ വയനാട്ടിലെ മെഡിക്കൽ കോളേജ് സംബന്ധിച്ച വിഷയത്തിൽ കേരളത്തിലെ മുഖ്യമന്ത്രിയോട് ഞാൻ വ്യക്തിപരമായി സംസാരിച്ചിട്ട് കൂടിയുണ്ട്. I have put pressure on them. Our party has put pressure on them. UDF has put pressure on them. ഞങ്ങളുടെ എന്റെ പാർട്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അതുപോലെ ഐക്യ ജനാധിപത്യ മുന്നണി മെഡിക്കൽ കോളേജ് എന്ന വിഷയത്തിന് വേണ്ടി കേരളത്തിലെ LDF ഗവൺമെന്റിന്റെയും മുഖ്യമന്ത്രിയുടെയും പേരിൽ സമ്മർദ്ദം ചെലുത്തിയിട്ടുണ്ട്. But somehow they keep delaying it. പക്ഷേ എന്തുകൊണ്ടാണെന്നറിയില്ല, അവരിത് താമസിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. Anyway, on all these 3 issues, I am fully committed to make sure that they happen.
ഈ 3 പ്രശ്നങ്ങൾ, വയനാട്ടിലെ മെഡിക്കൽ കോളേജ്, വന്യമൃഗ മനുഷ്യ സംഘർഷം, അതുപോലെ തന്നെ രാത്രികാല യാത്രാ നിരോധനം, ഈ 3 പ്രശ്നങ്ങളും പരിഹരിക്കാൻ ഞാൻ പ്രതിജ്ഞാബദ്ധമാണെന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകുന്നു. And if the left front government is not ready to do it, then when the UDF government comes in power in Kerala, which it will soon, we will do it. ഒരു പക്ഷേ ഇടതുപക്ഷ ജനാധിപത്യ ഗവൺമെന്റ് ഇത് ചെയ്യുന്നില്ലെങ്കിൽ കേരളത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് എത്രയും വേഗം അധികാരത്തിൽ വരുമ്പോൾ ഞങ്ങൾ ഇത് ചെയ്യുമെന്ന് ഉറപ്പ് നൽകിയിരിക്കുന്നു. I'd like to thank you for your love and affection. ഞാൻ നിങ്ങളെ ഇഷ്ടത്തിന് വേണ്ടി ഞാൻ നിങ്ങളോട് നന്ദി പറയാൻ ആഗ്രഹിക്കുന്നു. You are like my family members. I feel like home when I come to work. ഓരോരുത്തരും ഒരു കുടുംബാംഗങ്ങളെ പോലെയാണ്. And I thank you for all the affection you always give me and the wisdom that you show me. ഇവിടെ വരുമ്പോ എനിക്ക് വീട്ടിൽ വരുന്നത് പോലെയാണ്. നിങ്ങൾ എല്ലായ്പ്പോഴും എന്നോട് കാണിക്കുന്ന സ്നേഹത്തിനും ഇഷ്ടത്തിനും ഞാൻ നിങ്ങളോട് നന്ദി പറയുന്നു. നിങ്ങളുടെ ജ്ഞാനത്തിനും അറിവിനും ഞാൻ നിങ്ങളോട് നന്ദി പറയുന്നു. Nandri, thank you. നന്ദി, താങ്ക് യു.